ഹലോ ഫ്രണ്ട്സ്, DYFA സ്റ്റഡി സർക്കിളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് SPC എക്സാമിനേഷൻ ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവാം. ഫസ്റ്റത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ് എന്നാണ്. നമുക്കെല്ലാം അറിയാം, അത് ജൂൺ 5 രണ്ടാമത്തെ ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത് എന്നാണ്. അപ്പൊ കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുക. അടുത്ത ചോദ്യം, ഏതു മൂലകത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിനാണ് കർഷകർ കൃഷിഭൂമി യൂറിയ ചേർക്കുന്നത്. അപ്പൊ നൈട്രജൻ എന്ന മൂലകത്തിന്റെ കുറവ് പരിഹരിക്കാനാണ് കർഷകർ യൂറിയ ചേർക്കുക. അടുത്ത ചോദ്യം, മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം. അപ്പോൾ മെയ്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം നടക്കുന്നത് മണിപ്പൂരിലാണ്. അടുത്തത്, ഹൗ മെനി സെക്കൻഡ്സ് ആർ ദർ ഇൻ 1 hour. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്നാണ് ചോദ്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റിലോ, ഒരു മിനിറ്റില് 60 സെക്കൻഡ് വെച്ചുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3600 സെക്കൻഡ്സ് ആണ് ഒരു മണിക്കൂറിലുള്ളത്. അതേ ഓപ്ഷനാണ്. പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ചുവടെ നൽകിയിരിക്കുന്നവരിൽ ആരാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട തലവനാണ്, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വ്യക്തിയാണ്, MP-മാരെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. അപ്പൊ അതുപോലെ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിജയിപ്പിച്ച MLA-മാർ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി. അപ്പൊ ആൻസർ ബി ആണ്. അപ്പോൾ റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്. 1 1 2 3 5 8 13. അടുത്തത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 1 1 2 3 5 13. അടുത്തത് എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 2. അതാണ് അടുത്ത ടൈം. 2 ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3 ആയി. അതാണ് അടുത്ത ടൈം. 2ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ആയി. അതാണ് അടുത്ത ടൈം. 3ഉം 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 8 ആയി. അതാണ് അടുത്ത ടൈം. 5ഉം 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13 ആയി. അപ്പോൾ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 8 + 13 ആയിരിക്കും. അത് 21 ആണ്. അപ്പോ നമ്മുടെ ആൻസർ 21 ആണ്. ഇത്തരത്തിലുള്ള ഈ സീരീസിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുക. ആൻസർ സി ആണ്. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? അപ്പോൾ ആഹാരത്തിൽ എത്ര ഊർജം, എത്ര ഭക്ഷണത്തിൽ എത്ര ഊർജമുണ്ട് എന്ന് നമ്മൾ കലോറിയിലാണ് പറയുക. നാന്ദി കുറിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുക തുടക്കം കുറിക്കുക എന്നതാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ആണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പേരിൽ ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രസംഗം സംസാരിച്ചത്. ഇനി 10 ക്യൂബ് + 11 ക്യൂബ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ 10 ക്യൂബ് എന്ന് വെച്ചാൽ 10 × 10 × 10 ആണ്. 3 തവണ 10 മൾട്ടിപ്പിൾ ചെയ്യണം. അത് 1000 ആണ്. 11 ക്യൂബ് എന്നാൽ 11 × 11 × 11 ആണ്. 3 തവണ 11 മൾട്ടിപ്പിൾ ചെയ്താൽ 1331 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2331 എന്ന നമ്പർ നമുക്ക് കിട്ടും.
അടുത്തത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? അപ്പൊ കത്തിക്കുകയോ വലിച്ചെറിയുകയോ കുഴിച്ചുമൂടുകയോ ചെയ്താൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല. അത് പുനരുപയോഗിക്കുകയാണ് വേണ്ടത്. ഐ വാണ്ടഡ് ടു ഗോ ടു ദ പാർക്ക് ബട്ട് മൈ മദർ റിഫ്യൂസ്. എനിക്ക് പാർക്കിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അനുവദിച്ചില്ല. അപ്പൊ അവിടെ ബട്ടാണ് ചേർക്കേണ്ടത്. അനൂപിന് ഹരീഷിനേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അനൂപിന് ഹരീഷിനും കൂടി ആകെ 59 വയസ്സുണ്ടെങ്കിൽ അനൂപിന്റെ വയസ്സ് എന്താണ്? അപ്പോ നമുക്ക് അനൂപിന്റെ വയസ്സാണ് കാണേണ്ടത്. നമുക്ക് അനൂപിന് എക്സ് വയസ്സുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അനൂപിന് ഹരീഷിനേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അപ്പൊ ഹരീഷിന്റെ വയസ്സ് x-13 ആയിരിക്കണം. രണ്ടുപേരുടെയും വയസ്സ് കൂട്ടിയാൽ 59 കിട്ടും. അപ്പോ എക്സും x-13 കൂട്ടിയാൽ 59 ആണ്. 2x എന്നത് 72 ആണ്. x എന്നത് 36 ആണ്. അപ്പോ അനൂപിന് ശരിക്കും 36 വയസ്സാണുള്ളത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ? അപ്പൊ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്ന ആരാണ്? അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. CMDRF എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CMDRF എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നതാണ്. അത് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വേർഡാണ്. യെസ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ്. മെർക്കുറിയാണ്, ബുധനാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളി നാവികൻ ആരാണ് എന്നാണ്. അഭിലാഷ് ടോമി എന്ന നാവികനാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ എന്താണ് വിളിക്കുന്നത്? അപ്പൊ സീസ്മോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നത്. ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന പട്ടിക, അത് ലോക പൈതൃക പട്ടികയാണ്. അപ്പൊ ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തുന്ന പട്ടികയാണ്, യുനെസ്കോയുടെ പട്ടികയാണ് ലോക പൈതൃക പട്ടിക. അടുത്തത് സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. 2 into x plus y equal to 40. അപ്പൊ 2 into x plus y എന്നത് 14 ആണ്. അപ്പൊ 2 റൈറ്റിലേക്ക് എടുക്കുമ്പോൾ x plus y എന്നത് 14/2 എന്നാൽ 7 ആണ്. അപ്പൊ 5 റൈറ്റിലേക്ക് എടുത്താൽ 7 minus 5 ആണ്. x എന്നത് 2 ആണ്. അപ്പൊ ആൻസർ സി ആണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ABS എന്നത്, വാഹനങ്ങളിലെ ABS എന്നത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നതാണ്. അടുത്തത് ഡ്രീം എന്ന പദം ESFBN എന്ന് എഴുതുന്നു. ഡ്രീം എന്ന പദം ESFBN എന്ന് എഴുതുന്നത്. നമുക്ക് കണ്ടറിയാം. ഡി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ലെറ്റർ ആണ് ഇ, ആർ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ലെറ്റർ ആണ് എക്സ്, ഇ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ലെറ്റർ ആണ് എഫ്, എ തടഞ്ഞ് തൊട്ടടുത്തുള്ള ലെറ്റർ ആണ് ബി, എം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ലെറ്റർ ആണ് എൻ. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറിനെ എന്തെഴുതാം എന്നാണ് ചോദ്യം. ഡ്രൈവർ അല്ലെ, ഡ്രൈവർ എന്നല്ലേ? അതെ, ഡ്രൈവറിന് എന്തെഴുതാം എന്നാണ്. ഡി കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ഇ ആണ്,
R കഴിഞ്ഞാൽ S ആണ്, I കഴിഞ്ഞാൽ J ആണ്, V കഴിഞ്ഞാൽ W ആണ്, E കഴിഞ്ഞാൽ F ആണ്, R കഴിഞ്ഞാൽ S ആണ്. അപ്പോൾ നമുക്ക് അത് ബി ഓപ്ഷൻ ആണ് എന്ന് കാണാം. SPCയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആദ്യത്തെ സംസ്ഥാന നോഡൽ ഓഫീസർ പി വിജയൻ IPS ആയിരുന്നു. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ നാലക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യ 9999 ആണ്. 9999. നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 1000 ആണ്. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 7999 എന്ന് കിട്ടും. വിച്ച് ഈസ് നോൺ ആസ് കിങ് ഓഫ് കെമിക്കൽസ്? അപ്പോ രാസസംയുക്തങ്ങളിലെ രാജാവ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് H2SO4 ആണ്. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം. അപ്പൊ ചുവപ്പും പച്ചയും നിറം ചേർന്നാൽ നമുക്ക് കിട്ടുക മഞ്ഞ നിറമാണ്. ഡോൾഫിൻ കിക്ക് റിലേറ്റഡ് ടു. അപ്പൊ ഡോൾഫിൻ കിക്ക് സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ഡോൾഫിൻ കിക്ക്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാഷ് യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയുമോ? അപ്പൊ അവിടെ ക്യാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? ഹു ഡിസ്കവേർഡ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. സ്കൂൾ വാഹനത്തിൽ സീറ്റിന്റെ എത്ര ശതമാനം നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്? അപ്പൊ സ്കൂൾ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. സീറ്റിലുള്ള അത്രയും സ്റ്റുഡൻസിന് മാത്രമേ സ്കൂൾ വാഹനത്തിൽ കയറ്റാൻ പാടുള്ളൂ. ഇമെയിലിലെ ഈ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ എന്നത് ഇലക്ട്രോണിക് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് മെയിൽ എന്നതാണ് ഇമെയിൽ. ആരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ BR അംബേദ്കർ. If a train is like track, then car is like a. അപ്പോൾ ട്രെയിൻ ട്രാക്കിലാണ് ഓടുന്നത്, അതുപോലെ കാർ ഓടുന്നത് റോഡിലാണ്. അപ്പൊ ബി ഓപ്ഷൻ. അടുത്തത് 6 6 35, 7 7 48 ആണെങ്കിൽ 10 - 10 എന്താണ് എന്നാണ് ചോദ്യം. അപ്പോ 6 - 6 35 ആണ്. അപ്പൊ രണ്ട് 6 ഉപയോഗിച്ച് എങ്ങനെ 35 ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചാൽ 6 × 6 -1 ആണ്. ഇത് കാണാൻ കഴിയും. അതുപോലെ 7 - 7 എന്നത് 48 ആണ്. രണ്ട് 7 ഉപയോഗിച്ച് എങ്ങനെ 48 ഉണ്ടാക്കാമെന്നതിന് 7 × 7 - 1 എന്ന് എഴുതാം. അതുപോലെ 10 - 10 എന്താണ് എന്നാണ് ചോദ്യം. അത് 10 × 10 - 1 ആയിരിക്കണം. അത് 99 ആണ്. 99 ആണ് നമ്മുടെ ആൻസർ. നെഫ്രോൺ ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കും? അപ്പൊ വൃക്കയിലുള്ള ഒരു പാർട്ടാണ് നെഫ്രോൺ. ഇപ്പോൾ രക്തം ശുദ്ധീകരിച്ച് മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന വൃക്കയിലെ ഒരു ഭാഗമാണ് നെഫ്രോൺ. അടുത്തത് ഹൗ മെനി ഫോർസ് ആർ ദർ പ്രിസീഡഡ് ബൈ 7 ബട്ട് ഫോളോഡ് ബൈ 3? നോട്ട് ഫോളോഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4 തൊട്ട് മുമ്പ് 7 വരികയും 4 ശേഷം 3 വരാതിരിക്കുകയും വേണം. എന്നുവെച്ചാൽ 7 4 വരണം, 7 4 3 ആവരുത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 7 4 2-ഉം 7 4 6-ഉം 7 4 1-ഉം 7 4 6-ഉം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കണ്ടെത്താം. എന്നാൽ അതിനിടയിൽ 7 4 3 വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം
4 മുൻപ് 7 വരികയും 3 വരാതിരിക്കുകയും വേണം. അപ്പൊ 7 4 3 എടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ 4 കേസസ് ആണുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് ശ്രീ വി ശിവൻകുട്ടി എന്നാണ്. Find the missing alphabet in the sequence. നമുക്ക് നോക്കാം. AZYBC'D അതെന്താണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. എഴുതിയിരിക്കുന്നത് AZYB C'WD. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാം. എ എന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യത്തെ ലെറ്ററും സെഡ് എന്നത് അവസാനത്തെ ലെറ്ററുമാണ്. അടുത്ത രണ്ട് നമുക്ക് പെയറായി നോക്കാം. വൈയും ബിയും. വൈ എന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവസാനത്തതും ബി എന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ രണ്ടാമത്തുമാണ്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവസാനത്തിൽ നിന്ന് രണ്ടാമത്തെ ലെറ്ററും തുടക്കത്തിൽ നിന്ന് രണ്ടാമത്തെ ലെറ്ററും. അതുപോലെ സി എന്നത് തുടക്കത്തിൽ മൂന്നാമത്തെ ആണെങ്കിൽ അടുത്തത് അവസാനത്തിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള എക്സ് ആവണം, 24ാമത്തെ ലെറ്റർ. അതുപോലെ അടുത്തത് ഡബ്ല്യു എന്നത് അവസാനത്തിൽ നിന്ന് 4ാമത്തെ ലെറ്റർ ആണ്, 23ാമത്തെ ലെറ്റർ ആണ്. ഡി എന്നത് തുടക്കത്തിൽ നിന്ന് 4ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ തുടക്കത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും ഒരേ അകലത്തിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എക്സ് ആണ്. ലെറ്റസ് പ്ലേ ചെസ്. അപ്പൊ അവിടെ ആർട്ടിക്കിൾ ഒന്നും ചേർക്കേണ്ടില്ല, ലെറ്റസ് പ്ലേ ചെസ് എന്ന് പറയാം. രക്തം കട്ടി പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. അപ്പോൾ വിറ്റാമിൻ കെ, ജീവകം കെ ആണ് രക്തം കട്ടി പിടിക്കുന്നതിന് സഹായിക്കുന്നത്. ഡു നോട്ട് കീപ് ഡാഷ് ഇൻ വെഹിക്കിൾ. വെഹിക്കിളിൽ എന്താ വെക്കാൻ പാടില്ലാത്തത്? ഫസ്റ്റ് എയ്ഡ് ബോക്സും ടൂൾ കിറ്റും മെഡിസിൻസ് ഒക്കെ വെക്കാം, പക്ഷെ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ് വെഹിക്കിളിൽ വെക്കരുത്. ഡാഷ് ഹി ആസ് സംതിങ് ഈവൻ വി വോണ്ട്സ് റെസ്പോണ്ട്. അവൻ ചോദിച്ചില്ലെങ്കിൽ നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ അൺലെസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ റൈറ്റ് ചെയ്യേണ്ട ടൈപ്പ് അവസാനത്തെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. റാം പൂർണ്ണ രൂപം എഴുതുക, റാം. അപ്പൊ കമ്പ്യൂട്ടറിൽ റാം എന്നത് റാൻഡം അക്സസ് മെമ്മറിയാണ്. പാൻ എന്നത് പാൻ കാർഡ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ്. NIA എന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇനി തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് റീഅറേഞ്ച് ചെയ്ത് ഒരു വേർഡ് ഉണ്ടാക്കുക എന്നാണ് ചോദ്യം. അപ്പൊ ഈ QOTQNIS നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ എന്നൊരു വേർഡ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ARCY റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആക്യുറസി എന്ന വേർഡും ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ 2024 SPC എക്സാമിനേഷൻ ചോദിച്ചത്. താങ്ക് യു.